ഹായ് വെൽക്കം ടു ലാഷ് ക്ലാസ്. BA ഇംഗ്ലീഷ് തേർഡ് സെമിസ്റ്റർ ഡ്രാമയിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ നോക്കുന്നത്. ഡ്രാമയുടെ ഹിസ്റ്ററിയെ കുറിച്ചിട്ടാണ് ഈ ഒരു സെക്ഷനിൽ പറയുന്നത്. നമ്മളിവിടെ ഈ ഒരു സെക്ഷൻ്റെ പോയിന്റ് വൈസ് ആയിട്ടുള്ള സമ്മറിയും അതിൻ്റെ എക്സ്പ്ലനേഷനുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഗ്രീക്ക് ഡ്രാമയുടെ ഹിസ്റ്ററിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം ഗ്രീക്ക് ഡ്രാമയാണ് ഡിസ്കസ് ചെയ്യുന്നത്. കാരണം നമുക്കറിയാവുന്നതാണ്, ഗ്രീസിലാണ് ആദ്യമായിട്ട് ഈ നാടകം എന്നുള്ളൊരു കലാരൂപം രൂപപ്പെടുന്നത്. ഗ്രീക്ക് ഡ്രാമ ഒറിജിനേറ്റഡ് ഇൻ 6th century BCE ഏതൻസ്. ഗ്രീസിലെ ഏതൻസ് എന്ന് പറയുന്ന നഗരത്തിൽ ബിഫോർ കോമൺ എറ 6ാം നൂറ്റാണ്ടിലാണ് നാടകം ആദ്യമായിട്ട് അവതരിപ്പിക്കപ്പെടുന്നത്. ഇറ്റ് ഇവോൾവ്ഡ് ഫ്രം റിലീജിയസ് റിച്വൽസ് ഡെഡിക്കേറ്റഡ് ടു ഡയോണിസസ്, ദ ഗോഡ് ഓഫ് വൈൻ ആൻഡ് ഫെർട്ടിലിറ്റി. ഗ്രീസിലെ ഡയോണിസസ് എന്ന് പറയുന്ന ദൈവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മതപരമായിട്ടുള്ള ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് ആദ്യമായിട്ട് നാടകം അവതരിപ്പിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ പൂരമെന്നും പെരുന്നാളും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിവിധ ആഘോഷങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ ഗ്രീസിലെ ഡയോണിസസ് എന്ന് പറയുന്ന ദൈവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് പല കലാപരിപാടികൾ നടക്കുന്നു. അതിൻ്റെ കൂട്ടത്തിലാണ് ഈ നാടകം രൂപപ്പെട്ടു വരുന്നത്. Early performances developed from dithyrambics. Choral hymns sung and danced during festivals honoring Dionysus. ഇനി ആദ്യകാല നാടകങ്ങൾ രൂപപ്പെടുന്നത് ഡൈത്തൈറാംബ് എന്ന് പറയുന്ന ഒരു കലാരൂപത്തിൽ നിന്നാണ്. അതായത് ഈ ഡയോണിസസ് എന്ന് പറയുന്ന ദൈവത്തെ സ്തുതിച്ചുകൊണ്ടുള്ള പാട്ടും ഡാൻസും ഒക്കെ നടത്തുന്ന ഒരു കലാപരിപാടിയാണ്. അതിൽ നിന്നാണ് പിന്നീട് നാടകം രൂപപ്പെട്ടു വരുന്നത്. Performers wore masks and costumes, with the chorus playing a central role in both narration and commentary. അപ്പോൾ ഈ ഡൈത്തൈറാംബ് എന്ന് പറയുന്ന ഈ കലാരൂപത്തിൽ, അതായത് പാട്ടും ഡാൻസുമാണുള്ളത്, അവർ കോസ്റ്റ്യൂംസും മാസ്കും ഒക്കെ ധരിച്ചിരുന്നു. അതായത് നമുക്കറിയാം, ദൈവത്തിൻ്റെ വേഷങ്ങളോ അല്ലെങ്കിൽ രാജാവിൻ്റെ അല്ലെങ്കിൽ മറ്റാളുകളുടെയൊക്കെ വേഷങ്ങൾ ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കോസ്റ്റ്യൂമും മേക്കപ്പും മാസ്കും ഒക്കെ അവർ ധരിച്ചിരുന്നു. എന്നിട്ടാണ് അവർ ഈ പാട്ടും ഡാൻസും ഒക്കെ ചെയ്തിരുന്നത്. ഇതുകൂടാതെ കോറസും ഒരു കൃത്യമായിട്ടുള്ള പങ്ക് ഈ കലാരൂപത്തിൽ വഹിച്ചിരുന്നു. കോറസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പിന്നണിയിൽ പാട്ട് പാടുന്ന ആളുകളാണ്. അപ്പോൾ ഈ മെയിൻ ക്യാരക്ടേഴ്സ് ഇങ്ങനെ പാട്ട് പാടുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ കോറസ് പിന്നണിയിൽ പാട്ട് പാടുകയും ചെയ്തിരുന്നു. അപ്പോൾ പ്രധാനമായിട്ട് പാട്ടും ഡാൻസും എന്നുള്ള രീതിയിലാണ് ഈ ഒരു കലാരൂപം ഉണ്ടാവുന്നത്. അത് ഈ ഓരോ ക്യാരക്ടേഴ്സിനനുസരിച്ചിട്ടുള്ള കോസ്റ്റ്യൂമും മേക്കപ്പും മാസ്കും ഒക്കെ ധരിച്ചുകൊണ്ടുള്ള രീതിയിലാണ് അവർ അവതരിപ്പിച്ചിരുന്നത്. These rituals performances eventually developed into structured dramatic forms. അപ്പോൾ ഈ പാട്ടിൻ്റെയും ഡാൻസിൻ്റെയും കൂടെ ഈ ക്യാരക്ടേഴ്സ് ഡയലോഗ് കൂടി പറയുന്ന ഒരു രീതിയിലേക്ക് അത് രൂപപ്പെട്ടു വരുന്നു. അങ്ങനെയാണ് ഈ ആദ്യകാലത്ത് നാടകം എന്നുള്ളൊരു കലാരൂപം ആരംഭിക്കുന്നത്. Theatres initially featured an open circular area called the orchestra where performances took place. ഇനി ആദ്യകാല നാടകങ്ങൾ അവതരിപ്പിച്ചിരുന്നത് ഓർക്കസ്ട്ര എന്ന് വിളിക്കുന്ന ഒരു തിയേറ്ററിലാണ്. അതൊരു സർക്കുലർ ഏരിയയാണ്, മാത്രമല്ല ഓപ്പൺ എയർ ആണ്. ഇന്ന് നമുക്കറിയാം, നമ്മൾ കലാപരിപാടികളൊക്കെ അവതരിപ്പിക്കുന്നത് സ്റ്റേജിലാണ്, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള സ്റ്റേജ് കെട്ടിക്കൊണ്ടൊക്കെയാണ്. അപ്പോൾ അന്ന് ഇവർ ഓപ്പൺ എയർ ആയിട്ട് ഒരു സർക്കുലർ ഏരിയയിലാണ് ഈ നാടകങ്ങളൊക്കെ അവതരിപ്പിച്ചിരുന്നത്. A temporary structure called the skene was erected behind the orchestra to serve as a dressing room. പിന്നീട് ഇവർ ഈ ഓർക്കസ്ട്രയ്ക്ക് പുറകിലായിട്ട് ഒരു സ്കീൻ എന്ന പേരുള്ള ഒരു സംവിധാനം കൊണ്ടുവരുന്നു. ടെൻറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവർക്ക് മേക്കപ്പ് ചെയ്യുന്നതിനും ഡ്രസ്സ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയുള്ള സംവിധാനമാണ്. നമ്മൾ ഗ്രീൻ റൂം എന്നൊക്കെ പറയുന്ന പോലെ ഇവർ സ്കീൻ എന്നുള്ള പേരിൽ ഒരു ടെൻറ്റ് കെട്ടിക്കൊണ്ടുള്ള സംവിധാനം അവിടെ ആരംഭിക്കുന്നു. ഓവർ ടൈം ഇറ്റ് ഇവോൾവ്ഡ് ഇൻ ടു എ പെർമനൻറ്റ് സ്റ്റോൺ കൺസ്ട്രക്ഷൻ. അപ്പോൾ ആദ്യം ഇവർ ടെൻറ്റ് കെട്ടിക്കൊണ്ടൊക്കെയാണ് ചെയ്തിരുന്നുണ്ടെങ്കിൽ പിന്നീട് അതൊരു സ്ഥിരം സംവിധാനമായിട്ട് അതിനുവേണ്ടി തന്നെ ഒരു റൂം അവർ അന്നത്തെ കാലത്ത് ഈ കല്ലുകൊണ്ടൊക്കെ നിർമ്മിക്കുന്നു. Audience seating was originally just hillside, but later included stone benches arranged in tiers. ഇനി ഓഡിയൻസ് ആദ്യകാലത്ത് ഇരുന്നത് ജസ്റ്റ് ഹിൽ സൈഡിലാണ്. പ്രത്യേകിച്ച് അവർക്ക് സീറ്റിംഗ് സംവിധാനമൊന്നും ഉണ്ടായിരുന്നില്ല. അവരവിടെ വന്ന് കൂട്ടം കൂടി ഇരിക്കുക എന്നുള്ള രീതിയാണ് ഉണ്ടായിരുന്നത്. തിയേറ്ററോൺ എന്നാണ് അവർ ആ സീറ്റിങ്ങിന് വിളിക്കുന്നത്. പിന്നീട് അവിടെ സ്റ്റോൺ ബെഞ്ചും കാര്യങ്ങളൊക്കെ, ഇന്ന് നമ്മൾ തിയേറ്ററിൽ പോയിരിക്കുന്ന രീതിയിലുള്ള സീറ്റിംഗ് സംവിധാനത്തിൻ്റെ ആദ്യകാല രൂപം എന്നുള്ള രീതിയിൽ അവർ സ്റ്റോൺ ബെഞ്ചുകളൊക്കെ അവിടെ സ്ഥാപിക്കുന്നു. The three major genres of Greek drama were tragedy, comedy and satire plays. ഇനി ആദ്യകാലത്ത് അവതരിപ്പിച്ചിരുന്ന ഈ നാടകങ്ങൾ പ്രധാനമായിട്ടും 3 വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്. ട്രാജഡി എന്ന് പറയുന്നത് നോബിൾ ക്യാരക്ടേഴ്സ് വരുന്ന സീരിയസ് ആയിട്ടുള്ള തീം വരുന്ന സ്റ്റോറീസ്. കോമഡി എന്ന് പറയുന്നത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്ന ഹ്യൂമറസ് ആയിട്ടുള്ള ഹാസ്യം നിറഞ്ഞിട്ടുള്ള സ്റ്റോറീസ്. സറ്റയർ എന്ന് പറയുന്നത് കോമഡി തന്നെയാണ്, പക്ഷേ അതിനകത്ത് സാധാരണക്കാരായിട്ടുള്ള കഥാപാത്രങ്ങൾക്ക് പകരം നോബിൾ
ഫേബിൾ ക്യാരക്ടേഴ്സോ അല്ലെങ്കിൽ മിത്തോളജിയിലെ അല്ലെങ്കിൽ പുരാണത്തിലുള്ള ക്യാരക്ടേഴ്സൊക്കെയാണ് ഉണ്ടായിരുന്നത്. ഈച്ച് ജനർ കോൺട്രിബ്യൂട്ടഡ് യുണീക്ലി ടു ദി എവല്യൂഷൻ ഓഫ് ക്ലാസിക്കൽ തിയേറ്റർ. ഈ 3 വിഭാഗത്തിലുള്ള നാടകങ്ങളും പിന്നീട് വെസ്റ്റേൺ ട്രഡീഷനിലുള്ള ക്ലാസിക്കൽ ഡ്രാമയെ വലിയ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. പ്രൊമിനൻറ്റ് പ്ലേറൈറ്റ്സ് ഇൻക്ലൂഡഡ് സോഫോക്ലീസ് and Euripides and Aeschylus, whose works continue to influence Western theatre. ഇനി ആ കാലത്തെ പ്രധാനമായിട്ടുള്ള നാടകകൃത്തുക്കൾ ഉണ്ടായിരുന്നത് എസ്കിലീസ്, സോഫോക്ലീസ്, യൂറിപ്പിഡ്സ് എന്നീ ആളുകളാണ്. ഇവരുടെ നാടകങ്ങൾ ഇന്നും വായിക്കപ്പെടുകയും അതുപോലെ തന്നെ പഠന വിധേയമാക്കപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഗ്രീക്ക് ഡ്രാമാറ്റിക് കൺവെൻഷൻസ് ഇൻക്ലൂഡിംഗ് ദ യൂസ് ഓഫ് ദ കോറസ്, കോൺഫ്ലിക്റ്റ് ഡ്രിവൺ പ്ലോട്ട്സ് ആൻഡ് സ്ട്രക്ചേർഡ് ഡയലോഗ് ഷേപ്ഡ് ലേറ്റർ റോമൻ ആൻഡ് മോഡേൺ ഡ്രാമ. അപ്പോൾ ഈ ഗ്രീക്ക് ഡ്രാമയുടെ ഈ ഒരു ഘടനയിൽ നിന്നാണ് പിന്നീട് റോമൻ ഡ്രാമയും അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഡ്രാമയും എല്ലാം രൂപപ്പെട്ടു വരുന്നത്. ഇതിനകത്തുള്ള കോറസിൻ്റെ ഉപയോഗം, നമ്മൾ പറഞ്ഞു പിന്നണിയിൽ നിന്ന് പാട്ട് പാടുന്ന ആ ഒരു സംവിധാനം, അതുപോലെ തന്നെ ഈ പ്ലോട്ടിൻ്റെ സവിശേഷത, അതായത് ഒരു സീരിയസ് ആയിട്ടൊരു പ്രശ്നം ഉണ്ടാവുന്നു, അതൊന്നുകിൽ ട്രാജഡിയിൽ അവസാനിക്കുന്നു അല്ലെങ്കിൽ അത് ശുഭകരമായിട്ട് അവസാനിക്കുന്നു. അപ്പോൾ ഒരു സീരിയസ് ആയിട്ടുള്ള പ്രശ്നം ഉണ്ടാവുക എന്ന് പറയുന്നത് എല്ലാ സ്റ്റോറിയിലും നമുക്ക് കോമൺ ആയിട്ട് കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഡയലോഗിൻ്റെ സ്ട്രക്ചർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് വരുന്ന റോമൻ ഇംഗ്ലീഷ് ഡ്രാമകളെയെല്ലാം സ്വാധീനിച്ചിട്ടുണ്ട്. ദ കണ്ടിന്യൂ ടു ഇൻഫ്ലുവൻസ് കണ്ടംപററി തിയേറ്റർ ആൻഡ് സിനിമ. ഈ ആധുനിക കാലഘട്ടത്തിലുള്ള നാടകങ്ങളെയും അതുപോലെ സിനിമകളെയും വരെ ഇവരുടെ ഈ രീതികളൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. അടുത്തത് ഷേക്സ്പിയറൻ തിയേറ്ററാണ്. ഷേക്സ്പിയറിൻ്റെ കാലഘട്ടത്തിൽ നാടകവും തിയേറ്ററൊക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് ഈ ഒരു സെക്ഷനിൽ പറയുന്നത്. ജെയിംസ് ബർബേജ് കൺസ്ട്രക്റ്റഡ് വൺ ഓഫ് ഇംഗ്ലണ്ട്സ് ഫസ്റ്റ് പെർമനൻറ്റ് പ്ലേ ഹൗസസ് ഇൻ 1576, ദ തിയേറ്റർ. അപ്പോൾ ഇംഗ്ലണ്ടിൽ ആദ്യമായിട്ട് ഒരു തിയേറ്റർ 1576 വരുന്നത്. ജെയിംസ് ബർബേജ് എന്ന് പറയുന്ന ആൾ ദ തിയേറ്റർ എന്ന പേരിലാണ് ആ ഒരു പ്ലേ ഹൗസ് ആരംഭിക്കുന്നത്. പ്ലേ ഹൗസ് എന്ന് പറയുന്നത് നമുക്കറിയാം ആ ഒരു കാലഘട്ടത്തിൽ സിനിമയൊന്നുമില്ല, നാടകം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ സിനിമ തിയേറ്റർ എന്ന് പറയുന്ന പോലെ നാടക തിയേറ്റർ എന്നുള്ളതാണ് പ്ലേ ഹൗസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 1576 അത് ആരംഭിക്കുന്നത്. By 1594, Shakespeare's company, the Lord Chamberlain's Men, began performing there. 1594 കൂടിയിട്ടാണ് ഷേക്സ്പിയറിൻ്റെ നാടക ട്രൂപ്പായിട്ടുള്ള ലോർഡ് ചേംബർലൈൻസ് മെൻ ആ ഒരു തിയേറ്ററിൽ പെർഫോമൻസ് ആരംഭിക്കുന്നത്. In 1599, the theatre was rebuilt into a larger playhouse, the Globe Theatre. പിന്നീട് 1599 ആയപ്പോഴേക്കും അത് ഒന്നുകൂടി വിപുലപ്പെടുത്തിയിട്ട് റീബിൽഡ് ചെയ്യുന്നു. ദ ഗ്ലോബ് തിയേറ്റർ എന്നാണ് ആ സമയത്ത് അതിന് പേര് കൊടുക്കുന്നത്. ദ സ്റ്റേജ് ഇൻ ദിസ് തിയേറ്റർ എക്സ്റ്റെൻഡഡ് ഇൻ ടു ദി ഓഡിയൻസ്, ക്രിയേറ്റിംഗ് എ ക്ലോസ് വ്യൂവിംഗ് എക്സ്പീരിയൻസ്. ഇനി ഈ ഒരു തിയേറ്ററിൻ്റെ സവിശേഷത, ഇതിൽ സ്റ്റേജ് ഓഡിയൻസിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്നതായിരുന്നു. ഇപ്പോൾ നമുക്ക് ഇന്ന് പലപ്പോഴും ഈ സ്റ്റേജ് പെർഫോമൻസിലൊക്കെ ഈ പാട്ട് പാടുകയൊക്കെ ചെയ്യുന്ന ആളുകൾ ഓഡിയൻസിൻ്റെ ഇടയിലേക്ക് ഇങ്ങനെ വരാവുന്ന രീതിയിൽ ഒരു വഴി ഒരുക്കിയിട്ടുള്ളതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ സ്റ്റേജിൽ നിന്ന് ഇങ്ങനെ ഓഡിയൻസിലേക്ക് ഒരു വഴി ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ആക്ടേഴ്സിന് ഇങ്ങനെ ഓഡിയൻസിൻ്റെ അടുത്ത് നിന്നുകൊണ്ടൊക്കെ പെർഫോം ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് ആ ഒരു സ്റ്റേജ് നിർമ്മിച്ചിട്ടുള്ളത്. പെർഫോമൻസസ് occurred in the afternoon and relied on natural daylight due to the lack of artificial lighting. ഇനി ആ ഒരു കാലഘട്ടത്തിൽ നാടകങ്ങളെല്ലാം തന്നെ ഒരു ഉച്ച സമയത്താണ് അവതരിപ്പിച്ചിരുന്നത്. കാരണം നമുക്കറിയാം ഇന്നുള്ളതുപോലെ ഇലക്ട്രിസിറ്റിയോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ലൈറ്റിംഗ് സംവിധാനങ്ങളൊന്നും അന്നില്ല. അപ്പോൾ ഈ ഒരു പകൽ വെളിച്ചത്തിൽ മാത്രമാണ് ഈ നാടകങ്ങളെല്ലാം അവതരിപ്പിച്ചിരുന്നത്. പെയിൻറ്റഡ് സീനറി വാസ് നോട്ട് യൂസ്ഡ്, partly due to practical limitations, but actors used rich costumes to convey setting and mood. ഇതുകൂടാതെ തന്നെ ഇന്ന് നമ്മൾ നാടകത്തിൽ കാണുന്ന പോലെയുള്ള സെറ്റിങ്ങും അതുപോലെ തന്നെ സീനറിയും ഒന്നും അവർ കാര്യമായിട്ട് ഉപയോഗിച്ചിരുന്നില്ല. അതിലും ഈ പ്രാക്ടിക്കലായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ തന്നെയാണുള്ളത്. പകരം അവർ കോസ്റ്റ്യൂംസും മേക്കപ്പും എല്ലാം നല്ല രീതിയിൽ ചെയ്തിരുന്നു. Female roles were performed by boys or young men, as women were not allowed on stage during the Elizabethan era. ഇനി ആ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം 1570 അല്ലെങ്കിൽ 1600 എന്നൊക്കെ പറയുന്ന ഒരുപാട് കാലം മുമ്പുള്ള ഒരു സമയത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ സ്ത്രീകളൊന്നും അന്ന് നാടകത്തിൽ അഭിനയിച്ചിരുന്നില്ല. ആ ഒരു കാലഘട്ടത്തിൽ ആൺകുട്ടികളോ അല്ലെങ്കിൽ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളോ ഒക്കെയാണ് സ്ത്രീ കഥാപാത്രങ്ങളുടെ വേഷം ചെയ്തിരുന്നത്. ദ ഗ്ലോബ് തിയേറ്റർ വാസ് ഡിസ്ട്രോയിഡ് ബൈ ഫയർ ഇൻ 1613. പിന്നീട് 1613 ഒരു തീപിടുത്തത്തിൽ വെച്ചിട്ടാണ് ആ തിയേറ്റർ നഷ്ടപ്പെടുന്നത്.
അപ്പോൾ ഈ ഷേക്സ്പിയറിൻ്റെ കാലഘട്ടത്തിലെ നാടകത്തിൽ നമ്മൾ പ്രധാനമായിട്ട് കാണുന്നത് പകൽ സമയത്താണ് ഇവർ നാടകങ്ങൾ അവതരിപ്പിച്ചിരുന്നത്. അതുപോലെ തന്നെ സെറ്റിങ്ങും സീനറിയും കാര്യമായിട്ടുണ്ടായിരുന്നില്ല, മേക്കപ്പും കോസ്റ്റ്യൂമാണ് ഉണ്ടായിരുന്നത്. പിന്നെ ആ ഒരു കാലഘട്ടത്തിൽ സ്ത്രീകൾ നാടകത്തിൽ അഭിനയിച്ചിരുന്നില്ല. ഈ ആൺകുട്ടികളോ അല്ലെങ്കിൽ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളാണ് സ്ത്രീ കഥാപാത്രങ്ങൾ ചെയ്തിരുന്നത് തുടങ്ങിയവയാണ് ആ ഒരു കാലഘട്ടത്തിൽ നാടകത്തിലെ ചരിത്രമായിട്ട് നമ്മൾ കാണുന്നത്. അടുത്തത് റീസ്റ്റോറേഷൻ ഡ്രാമയാണ്. തിയേറ്റർ വാസ് ബാൻഡ് ഇൻ ഇംഗ്ലണ്ട് ഡ്യൂറിങ് ദ പ്യൂരിറ്റൻ മിലിറ്ററി ഡിക്റ്റേറ്റർഷിപ്പ്. അപ്പോൾ ഈ എലിസബത്തൻ കാലഘട്ടത്തിൽ, ഷേക്സ്പിയറിൻ്റെ കാലഘട്ടത്തിൽ ഇങ്ങനെ നാടകങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ പറഞ്ഞു. പിന്നീട് ഇംഗ്ലണ്ടിൽ യാഥാസ്ഥിതികരായിട്ടുള്ള ആളുകളുടെ ഒരു പട്ടാള ഭരണത്തിൻ്റെ കാലഘട്ടം വരുന്നുണ്ട്. ആ സമയത്ത് അവർ തിയേറ്ററൊക്കെ നിരോധിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. Restoration drama flourished in England after the monarchy was restored in 1660 and theatres reopened. പിന്നീട് ആ ഒരു പട്ടാള ഭരണത്തിൻ്റെ കാലഘട്ടത്തിന് ശേഷം അവിടെ രാജഭരണം വീണ്ടും വരുന്ന സമയത്താണ് തിയേറ്ററുകളൊക്കെ വീണ്ടും തുറന്നു കൊടുക്കുന്നത്. ആ ഒരു സമയത്താണ് ഈ റീസ്റ്റോറേഷൻ ഡ്രാമ എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്നത്. റീസ്റ്റോറേഷൻ ഡ്രാമ വാസ് സിഗ്നിഫിക്കൻ്റ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ഫ്രഞ്ച് പ്ലേറൈറ്റ് മൊളിയർ. ഇനി ആ ഒരു കാലഘട്ടത്തിൽ നാടകങ്ങളുടെ സവിശേഷത, ഫ്രഞ്ച് നാടകൃത്തായിരുന്ന മൊളിയർ എന്ന് പറയുന്ന ഒരാളുടെ വർക്കുകളുടെയൊക്കെ ഒരു അനുകരണം പോലെയാണ് ആ സമയത്തുള്ള ഇംഗ്ലീഷ് നാടകങ്ങൾ ഉണ്ടായിരുന്നത്. Dialogue in restoration comedies featured witty repartee with characters engaging in clever exchanges that showcase their wit and social cunning. ഇനി ആ ഒരു കാലഘട്ടത്തിലെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് റിപ്പാർട്ടിയാണ്. അത് നമുക്ക് കൗണ്ടർ പറയുക എന്നുള്ള ഒരു പ്രയോഗം കൊണ്ട് കുറച്ചുകൂടി മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ കോമഡികളിലും സ്കിറ്റുകളിലൊക്കെ കാണുന്നുണ്ട്, ഒരാളൊരു കാര്യം പറയുന്ന സമയത്ത് മറ്റേ ആൾ അതിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് പറയുന്നത്. അത്തരത്തിൽ ഇങ്ങനെ കൗണ്ടർ ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതിനാണ് റിപ്പാർട്ടി എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള രീതിയിലുള്ള ഡയലോഗുകളൊക്കെ ആ ഒരു കാലഘട്ടത്തിലെ നാടകങ്ങളിൽ ഉണ്ടായിരുന്നു. These comedies explored the intrigues and romantic entanglement of aristocratic characters, often mocking their pretensions and moral failings. ഇനി റീസ്റ്റോറേഷൻ കോമഡിയിൽ നമ്മൾ കാണുന്നത് അരിസ്റ്റോക്രാറ്റിക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ്. അതായത് ഇങ്ങനെ സമൂഹത്തിൽ ഉന്നതരായിട്ട് അല്ലെങ്കിൽ ഹൈ ക്ലാസ് എന്നൊക്കെ പറയുന്ന പോലത്തെ ക്യാരക്ടേഴ്സൊക്കെയാണ് ഈ നാടകങ്ങളിൽ വരുന്നത്. അവരുടെ ഇടയിൽ റൊമാൻറ്റിക് ആയിട്ടുള്ള തീം, നമ്മൾ ലവ് ട്രയാങ്കിൾ എന്നൊക്കെ പറയുന്ന പോലെയുള്ള അങ്ങനെ കോമഡിയൊക്കെ വരുന്ന കാര്യങ്ങൾ. പിന്നെ അവരുടെ പ്രിട്ടൻഷൻസ്, അവരുടെ നാട്യങ്ങളും ഭാവങ്ങളെയൊക്കെ ഇങ്ങനെ ആക്ഷേപഹാസ്യം പോലെ പരിഹസിക്കുന്ന രീതിയിലുള്ള നാടകങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത്. വില്യം കോൺഗ്രേവ്സ് ദ വേ ഓഫ് ദ വേൾഡ് ആൻഡ് വില്യം വൈറ്റ്ചെർലീസ് ദ കൺട്രി വൈഫ് ആർ നോട്ടബിൾ എക്സാമ്പിൾസ് ഓഫ് ദ ജെനർ. അപ്പോൾ ഇത്തരത്തിലുള്ള നാടകങ്ങളുടെ എക്സാമ്പിളുകളായിട്ട് നമുക്ക് ഈ ഒരു ദ വേ ഓഫ് ദ വേൾഡ് അതുപോലെ തന്നെ കൺട്രി വൈഫ് എന്നീ നാടകങ്ങളെ പറയാവുന്നതാണ്. Heroic drama, another form popular in the Restoration period, focused on noble themes such as love and valor, typically modeled after heroic epics. ഇനി ഈ കോമഡിക്ക് പുറമെ ആ ഒരു കാലഘട്ടത്തിൽ പ്രചാരത്തിലുണ്ടായിരുന്ന മറ്റൊരു നാടകം ഹീറോയിക് ഡ്രാമയാണ്. പേര് സൂചിപ്പിക്കുന്ന പോലെ ഹീറോ ആയിട്ടുള്ള കഥാപാത്രങ്ങളാണ് വരുന്നത്. അതിനകത്ത് ലവ് സ്റ്റോറീസ് ഉണ്ടാവാം, ഭയങ്കര ഹീറോയിസം കാണിക്കുന്ന ക്യാരക്ടേഴ്സ് ഉണ്ടാവാം, അതുപോലെ തന്നെ വാലർ, ഇതുപോലെ ധൈര്യമോ അഭിമാനമോ ഒക്കെ തീമുകളായിട്ട് വരുന്ന തരത്തിലുള്ള ഹീറോയിക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിൻ്റെ ഡ്രാമയും ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ജോൺ ഡ്രൈഡൻസ് ഓൾ ഫോർ ലവ് and the conquest of Granada exemplified this genre, combining grand language with the intense personal conflict. ഇനി ജോൺ ഡ്രൈഡൻ്റെ ഓൾ ഫോർ ലവ് അതുപോലെ തന്നെ ദ കോൺക്വസ്റ്റ് ഓഫ് ഗ്രനാഡ തുടങ്ങിയിട്ടുള്ള നാടകങ്ങൾ ഈ ഹീറോയിക് ഡ്രാമയുടെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. ഇനി ഈ സെക്ഷനിൽ ലാസ്റ്റ് വരുന്നത് ദ കോമഡി ഓഫ് മാനേഴ്സ് ആണ്. പേര് സൂചിപ്പിക്കുന്ന പോലെ മാനേഴ്സ് അല്ലെങ്കിൽ ആളുകളുടെ ഒരു നാട്യങ്ങൾ, ഭാവങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് വരുന്ന കോമഡിയാണ് ഇത്തരം നാടകങ്ങളിൽ അവതരിപ്പിക്കുന്നത്. The comedy of manners has roots in Roman playwrights Plautus and Terence and in the new comedy of Greek playwright Menander. കോമഡി ഓഫ് മാനേഴ്സ് ഗ്രീക്ക് റോമൻ നാടകങ്ങളിൽ നിന്ന് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ടുകൊണ്ടാണ് ഇംഗ്ലണ്ടിൽ അവതരിപ്പിക്കപ്പെടുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് പ്ലൗട്ടസ്, ടെറൻസ് എന്ന റോമൻ പ്ലേറൈറ്റ്സും അതുപോലെ തന്നെ മെനാൻഡർ എന്ന ഗ്രീക്ക് പ്ലേറൈറ്റും അവരുടെ നാടുകളിൽ ഇത്തരത്തിലുള്ള നാടകങ്ങൾ അവതരിപ്പിച്ചിരുന്നു. അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസോട് കൂടിയിട്ടാണ് ഇംഗ്ലണ്ടിൽ ഈ കോമഡി ഓഫ് മാനേഴ്സ് എന്ന് പറയുന്ന തരത്തിലുള്ള നാടകങ്ങൾ വരുന്നത്. These early works featured plots centered on romantic entanglements and humorous misunderstandings. ഇവിടെയും റൊമാൻറ്റിക് തീമുകൾ തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ്, കോമഡിയാണ്. അപ്പോൾ അത്തരത്തിൽ ഈ മിസ്അണ്ടർസ്റ്റാൻഡിങ് അതുപോലെ തന്നെ ലവ് ട്രയാങ്കിൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അത്തരത്തിലുള്ള തീമുകളൊക്കെയാണ് ഈ പ്ലേക്കകത്ത് ഉണ്ടായിരുന്നത്. They often involved stock characters such as cunning servants, irritable elders and boastful suitors. ഇനി നമ്മൾ സ്റ്റീരിയോ ടൈപ്പ് എന്നൊക്കെ പറയുന്ന പോലെ സ്റ്റോക്ക് ക്യാരക്ടേഴ്സ് ഇത്തരം നാടകങ്ങൾക്കകത്ത് ഉണ്ടായിരുന്നു. അതിൽ പ്രധാനമായിട്ടും കണ്ണിങ് സെർവൻസ്, അതിബുദ്ധി കാണിക്കുന്ന സെർവൻസ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ, അതുപോലെ
തന്നെ ഇറിറ്റബിൾ എൽഡേഴ്സ്, നമ്മളെ ശല്യപ്പെടുത്തുന്ന ഇതുപോലെ പ്രായമായിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ ബോസ്ഫുൾ സ്യൂട്ടേഴ്സ്, പൊങ്ങച്ചം കാണിക്കുന്ന ഈ കമിതാക്കൾ തുടങ്ങിയിട്ടുള്ള അങ്ങനെയുള്ള ക്യാരക്ടേഴ്സൊക്കെ സ്ഥിരമായിട്ട് ഇത്തരം നാടകങ്ങൾക്കകത്ത് ഉണ്ടായിരുന്നു. This genre was further refined in Restoration England, where it became a vehicle for social satire. അപ്പോൾ ആദ്യ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഈ കഥകളും അതിലുള്ള കോമഡിയൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ പിന്നീട് അത് ഒരു സറ്റയർ എന്നുള്ള രീതിയിൽ ഒരു ആക്ഷേപഹാസ്യം, സമൂഹത്തെ വിമർശിക്കുന്ന ആക്ഷേപഹാസ്യം എന്ന രീതിയിലേക്കൊക്കെ പിന്നീട് വളർന്നു വരുന്നു. Shakespeare's plays such as Much Ado About Nothing and Love's Labour's Lost serve as early examples of this genre. ഇനി ഈ കോമഡി ഓഫ് മാനേഴ്സിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് ഷേക്സ്പിയറിൻ്റെ മച്ച് എഡോ എബൌട്ട് നത്തിങ്, അതുപോലെ തന്നെ ലവ്സ് ലേബർ ലോസ്റ്റ് തുടങ്ങിയ നാടകങ്ങളെ ഉദാഹരണമായിട്ട് പറയാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ചാനൽ നിങ്ങളൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്